ഇസ്ലാമിലായിട്ട് തന്നെയാണ് ജീവിക്കുന്നത്. പക്ഷേ താല്പര്യങ്ങൾക്ക് പിന്നാലെയാണ് പോകുന്നവര്. ആണും പെണ്ണും കണ്ടില്ലേ നിങ്ങള്, ആഗ്രഹങ്ങൾക്ക് പിന്നാലെയാ പോകുന്നത്. നിയമത്തിന്റെ ലെവലിലല്ല ജീവിക്കുന്നത്. നിയമം വെച്ച് നോക്കുമ്പോൾ അത് ഹറാമാണ്. പക്ഷേ അവന്റെ താല്പര്യം അതിന് സമ്മതിക്കുന്നില്ല. ഹറാമായി മനസ്സിലാക്കാൻ ആണിന്റെയും പെണ്ണിന്റെയും താല്പര്യം അനുവദിക്കുന്നില്ല. അങ്ങനെ ഒരു ഹറാമാണ് എന്ന് പറയുമ്പോൾ അവന് ഉൾക്കൊള്ളാനും കഴിയുന്നില്ല. മുസ്ലിമാണോ മുസ്ലിമാണ്, അള്ളാഹുവിൽ വിശ്വാസമുണ്ടോ വിശ്വാസമുണ്ട്, നിസ്കാരമുണ്ടോ നിസ്കാരമുണ്ട്, നോമ്പുണ്ടോ നോമ്പുണ്ട്. ചില താല്പര്യങ്ങൾ ഒഴിവാക്കാൻ കഴിയുന്നില്ല. മനുഷ്യൻ അവന്റെ ഇച്ഛക്ക് പിന്നാലെ പോകുന്നത്. അവിടെ വാപ്പയും സമ്മതിക്കും, പുതിയാപ്പിളയും സമ്മതിക്കും, പുതിയണ്ണും സമ്മതിക്കും, കുടുംബക്കാരും സമ്മതിക്കും, മോലേരും തങ്ങളും ഒറ്റപ്പെടും. ഇഖ്ലാസുള്ള കുറച്ച് ആൾക്കാർ ഒറ്റപ്പെടും. അല്ലേ? ഞാൻ പറയുന്നത് ശരിയല്ലെങ്കിൽ നിങ്ങൾക്ക് പറയാം ശരിയല്ല. താല്പര്യങ്ങൾ മാത്രം മതത്തിന്റെ മേൽവിലാസം പരിഗണിക്കില്ല. അവനാന്റെ കാര്യം വരുമ്പോ അവനാൻ എങ്ങനെയാണ്? അത് ഇപ്പത്തെ കാലത്ത് അങ്ങനല്ലേ എന്നാ ചോദ്യം. പിന്നെ അതിന്റെ പിന്നാലെ ആണും ചോദിക്കുന്നു, പെണ്ണും ചോദിക്കുന്നു. താല്പര്യങ്ങൾ നടക്കണം. സംഗതി ചോദിച്ചും സംഗതി വിഷയങ്ങളെ അന്വേഷിച്ച് നോക്കുമ്പോ ആള് മുസ്ലിമാണ്, ഒരു പക്കാ മുസ്ലിമാന്നൊക്കെ ആൾക്കാർ പറയും. ചിലപ്പോ സുന്യ എന്ന് പറയും. എന്ത് സുന്യാന്ന് പറയണ്ടേ? 100% സുന്യാന്ന് അതൊക്കെ പറയും. പക്ഷേ താല്പര്യങ്ങൾ വരുമ്പോ അതിന്റെ പിന്നാലെ പോകും. അവിടെ മാറ്റങ്ങളൊന്നുമില്ല. അവന്റെ വീട്ടിലാണ് ഒരു ഫംഗ്ഷനാ വരുന്നത്, മുന്നിലിരിക്കുന്ന അപ്പുറത്തും ഇപ്പുറത്തും ബെഞ്ച് വെച്ചിരിക്കുന്നു, കസേര വെച്ചിരിക്കുന്നു, ഭക്ഷണത്തിന് നേരെ വന്നിരിക്കുന്നു ഹയാ ഇല്ലാത്ത പെണ്ണ്, അന്യപുരുഷന്റെ ഇപ്പുറത്ത് വന്നിരിക്കുന്നു. ഇയാൾ എണീറ്റ് പോയാൽ മറ്റേ പെണ്ണ് കേസ് കൊടുക്കുന്നിടത്താണ്. ഞാനൊരു മനുഷ്യനല്ലേ, എന്താ ഇന്നെ അങ്ങനെ അവമതിച്ചു പോകാൻ പാടുണ്ടോ എന്നുള്ളടത്താണ് അവരെ കാഴ്ചപ്പാട്. നായിരിക്കുന്ന ഒരു മുസ്ലിമത്തായ പെണ്ണല്ലേ, നിയമാടിസ്ഥാനത്തിൽ ഈ രൂപത്തിലുള്ള ഒരു കൂടിക്കലർ പറ്റൂല എന്ന് ഇസ്ലാം പറയുമ്പോ നമ്മളതിന്റെ പിന്നാലല്ലേ നിൽക്കേണ്ടത്. പക്ഷെ നമ്മൾ അവിടെ എന്താ പറഞ്ഞത്? ഇന്നത്തെ രാത്രിയല്ലേ, ഇന്നത്തെ ഒരു പകലല്ലേ, ഒന്ന് അഡ്ജസ്റ്റ്മെന്റ് ചെയ്തൂടെ? ആരാ ചെയ്യേണ്ട അഡ്ജസ്റ്റ്മെന്റ്? ആരാ പറയേണ്ടത് അഡ്ജസ്റ്റ്മെന്റ്? ദീനല്ലേ നമുക്ക് മേൽവിലാസം ഉണ്ടാക്കി തരേണ്ടത്. എന്താ ഈ പരിപാടിക്ക് മാത്രം ഇവിടെ സഹോദരന്മാര് പിറകില? അവരെ മുന്നോട്ടിരുത്താലോ. എന്തിനാ വ്യത്യാസം കാണിച്ചത്? അത്തരത്തിൽ കല്യാണം നടത്തുന്ന ആൾക്കാരോടൊക്കെ ഞാൻ ചോദിക്കുന്നു, എന്തിനാ അത്? അപ്പുറത്തൊക്കെ സ്ഥലം ഉണ്ടല്ലോ, അത് കടപ്പുറല്ലേ, വിശാലമായ സ്ഥലം ഉണ്ടല്ലോ. നിങ്ങൾ ആരെങ്കിലും പെണ്ണുങ്ങൾ എടുത്തുണ്ടോ? ഇല്ലല്ലോ. ഇതിന്റെ ഇടയിൽ എത്തിയാ പോരെ. എന്തിനാ അപ്പുറത്തൊരു മറ വെച്ച് ഒരു ഡിവൈഡ്? എന്തിനാ ഇവിടെ? ഇതിന് പരിപാടിക്ക് മാത്രം സെപ്പറേഷൻ നിയമം, ബാക്കിയുള്ളടത്തൊക്കെ പ്രശ്നമില്ല. നിങ്ങളെ ഓരോരുത്തരുടെയും വീട്ടിൽ നടക്കുന്ന കല്യാണങ്ങളാ ഞാൻ പറഞ്ഞത്. താല്പര്യങ്ങളെ പിന്നാലെയാണ് അവിടെ. അവിടെ കൊട്ടും കുരവും ഒക്കെ പറ്റും. അത് പുറത്തെവിടെങ്കിലാണെങ്കിൽ എന്ത് പണിയാണ് ഓലി ചെയ്യണത്? മുസ്ലിങ്ങളായിട്ട് അവനാന്റെ വീട്ടിൽ വരുമ്പോ ആദ്യം പറയണ നിയമം എന്താണ്? അവിടെ പറയണം ആദ്യം, എന്റെ വീട്ടിൽ വന്ന് നിന്റെ പെണ്ണിന് ഹലാലല്ലാത്ത രീതിയിൽ പറഞ്ഞു ഉറപ്പിച്ചിട്ടേ ഉള്ളൂ, കബിൽത്ത് പറഞ്ഞിട്ടില്ല. ആ ആൺകുട്ടി വന്നിട്ട് ആ പെണ്ണിനെ തൊടുന്ന രൂപത്തില്, ഫോട്ടോക്ക് പോസ്റ്റ് ചെയ്യുന്ന രൂപത്തില് കേക്ക് മുറിച്ചിട്ട് അവളെ വായിലേക്ക് വെക്കുന്നതും ഇങ്ങോട്ട് വെച്ചു കൊടുക്കുന്നതും തനിച്ച ഹറാമാന്ന് പറയുമ്പോ സാധേ അതൊന്നും ഇല്ലാതെ ഇപ്പൊ കാര്യം നടക്കൂല. ആ താല്പര്യത്തിന്റെ പിന്നാലല്ലേ നിങ്ങളുള്ളത്? സംഗതി ഒക്കെ മുത്തുമോമിനിയങ്ങളാണ്, എ ക്ലാസ് സുന്നിയാണ്. എന്ത് സുന്നി? എന്ത് സുന്നിയാ പറയാനുള്ളത്? ഈ താല്പര്യങ്ങൾക്ക് പിറകിൽ പോയിട്ടോ, ആഗ്രഹങ്ങൾക്ക് പിറകിൽ പോയിട്ടോ ഒരു ഉസ്താദിനും നിക്കാഹിന്റെ സദസ്സിൽ വരാൻ കഴിയുന്നില്ല. എന്തേ കാരണം? മുന്നിൽ ഇതാ നിങ്ങൾ ഇരിക്കും പോലെ മുന്നിൽ വെഞ്ചിട്ടിരിക്കുന്നത് ആരാ? സെലക്ഷന് വേണ്ടി കാത്തിരിക്കുകയാണ് മുന്നിൽ, റെഡി ആയിട്ട്. ഞങ്ങളൊക്കെ ഒന്നിനാത്രം പോകുന്നവരാണ്, വേണമെങ്കിൽ തെരഞ്ഞെടുത്തോളി എന്നുള്ള നിലക്ക്. അതിന് നിങ്ങൾക്ക് കുഴപ്പമില്ല. അവിടെ എന്തെങ്കിലും പറഞ്ഞാൽ അമ്മൂലര് ഇവിടെ വെച്ച് പറഞ്ഞില്ലേ, തലേന്ന് പറഞ്ഞു കൊടുത്തിട്ട് കേൾക്കാത്തുണ്ടല്ലേ അവിടെ വെച്ച് പറഞ്ഞ്. സത്യം പറയണ്ടായിട്ടല്ലേ അവിടെ വെച്ച് പറഞ്ഞ്, സ്വകാര്യമായിട്ട് വിളിച്ച് പറഞ്ഞിട്ട് കേട്ടിട്ടില്ലല്ലോ. അപ്പോഴൊക്കെ നീന്റെ ഒരു നിസ്കാരവും ഒരു ഈമാനും മാത്രം ലെവലാക്കി താല്പര്യങ്ങൾ നിനക്ക് ഒഴിവാക്കാൻ പറ്റൂല. എന്നിട്ട് അത് മാമൂലായിട്ട് കെട്ടിവെച്ചിരിക്കുകയാണ് പലരുടെയും പിന്നിൽ. ആരാ അത് മാമൂലാക്കി തന്നത്? എന്നിട്ട് അതിനൊരു പേരും മിഠായി കല്യാണം.
നഊദു ബില്ലാഹി മിൻ ദാലിക്. മറ്റൊരു ജില്ലയില് ആ പേരിലൊരു കല്യാണം വെച്ചതിന് ആകെ ചെലവെന്ന് ആലോചിച്ച് നോക്കുമ്പോ നമ്മള് ബോധം കിട്ടി വീഴും. അങ്ങനത്തെ ഒരു കല്യാണത്തിന് നിക്കാഹ് നടന്നിട്ടില്ല കേട്ടോ, നിക്കാഹ് ആയിട്ടില്ല. അതിന്റെ മുമ്പുള്ള ഈ പേരിലുള്ള ഒരു കല്യാണത്തിന് 15 ലക്ഷം ചെലവഴിച്ചതിനാണ്. നിങ്ങൾ എരിവലിക്കണ്ട, അതാ സമീപ ഭാവിയിലും വരാനുള്ളത്. തല അതിന് സമ്മതിച്ചു കൊടുക്കരുത്. ഇന്ന സായക്കും ലശത്താ എന്നുള്ളതിന്റെ തഫ്സീർ ഞാൻ വായിക്കുമ്പോ കുശേരി ഇമാമ് പറയാണ്, താല്പര്യങ്ങളെ പിന്നിൽ മാത്രം പോകുന്നവർ നിങ്ങളെ കൂട്ടത്തിലുണ്ട്, ആഗ്രഹങ്ങളെ പിന്നില്. അവിടെ ഒക്കെ നടക്കണം അല്ലേ, എല്ലാ ആഗ്രഹങ്ങളും നടക്കണം. ആർഭാടങ്ങളിലോ അതിലൊരു കുറവില്ല. മുമ്പ് കാലത്തൊക്കെ നമ്മുടെ നാട്ടില് വെള്ളം മധുരം പറ്റുന്ന ആൾക്കൊരു വെള്ളം, പറ്റാത്ത ആൾക്കൊരു വെള്ളം അല്ലേ. ഇപ്പൊ എങ്ങനെയാന്ന് നിങ്ങള് ഇപ്പൊ സ്റ്റേഡിയത്തിലൊക്കെ ഉണ്ടാവും, ഇവിടെ അല്ല, സ്റ്റേഡിയത്തിലൊക്കെ ഉണ്ടാവും കൊടിന്റെ കളറ്. അതിലപ്പുറം കളർ കാണണമെങ്കിൽ കല്യാണത്തിന്റെ അവിടെ വന്നാൽ മതി, അതും മുസ്ലിം കല്യാണത്തിന് വന്നാൽ മതി. എത്ര കളറിലാ വെള്ളം ഉള്ളത്? പുതിയ പാർട്ടിക്ക് ഏതെങ്കിലും കളർ കിട്ടിയില്ലെങ്കിൽ കളർ നോക്കാൻ അങ്ങോട്ട് വന്നാൽ മതി, അവിടെ കിട്ടും കളറ്. എന്തിനാണിത്? എന്തിനാണ് ഈ വകയിലുള്ള ആർഭാടങ്ങളൊക്കെ എന്തിനാ? അത് യോജിക്കുമ്പോ അത് മാത്രം പറയരുത്. ബാക്കിയുള്ള ചരിത്രങ്ങളൊക്കെ പറഞ്ഞ് നല്ല വളർന്നോളി, ഒക്കെ നമ്മൾ കേൾക്കാനൊക്കെ നല്ല ഉഷാറാണ്. നമ്മളെ നെഞ്ഞുക്കുത്തുന്ന വർത്താനം നിങ്ങൾ പറയുന്നത് വലിയ ബുദ്ധിമുട്ടാണ്. അത് ശരി, അതല്ലേ ഇന്ന സായക്കും ശത്താന്ന് പറഞ്ഞത്. നിങ്ങളെ നാട്ടിൽ നിങ്ങളൊക്കെ നടത്തുന്ന കല്യാണങ്ങൾ അള്ളാഹു സ്വീകരിക്കുന്നത് പക്ഷെ ഒന്നേ ഉണ്ടാകുള്ളൂ, ഒന്നേ സഹോദരങ്ങളെ അള്ളാഹു തആല സ്വീകരിക്കുന്നതുണ്ടാകുള്ളൂ. ലക്ഷ്യം ഒന്ന് മാറിയിട്ടല്ലേ 2 ഖുർബാനിൽ ഒരു ഖുർബാൻ അള്ളാഹു സ്വീകരിക്കാതിരുന്നത്? ആദം നബി അലൈഹിസ്സലാമിന്റെ മക്കളല്ലേ ഹാബീലും ഖാബീലും? രണ്ടുപേരും സമർപ്പിച്ചത് ഹലാലായ ഖുർബാനല്ലേ? രണ്ടുപേരും മരുഭൂമിയിൽ ഒരു ഖുർബാൻ സമർപ്പിച്ചു, ഒരു പുണ്യദാനം. ഖുർബാൻ പുണ്യദാനം. ഇത് ഖറബാ ഖുർബാനൻ ഫതുഖബ്ബില മിൻ അഹദിഹിമാ വലം യുതഖബ്ബൽ മിനൽ ആഖർ. ഒരാളുടെ ഖുർബാൻ സ്വീകരിക്കപ്പെട്ടു, മറ്റാളുടെ ഖുർബാൻ സ്വീകരിക്കപ്പെട്ടില്ല. ഉണ്ടാക്കിയത് ഹലാലായ മുതലല്ലേ, ഹലാലായ മുതലാണ്. ഞാനിത് പറയുമ്പോ കുറെ ആൾക്കാര് അതങ്ങനെ സ്വീകരിക്കൂല എന്നാണ് പറയാൻ പറ്റുമോ? എന്തെല്ലാം സ്വലാത്തും ബുർദയൊക്കെ തലേന്ന് നടന്നാണ്, പിറ്റേന്നുള്ള പേക്കൂത്തങ്ങൾക്കൊക്കെ തലേന്നുള്ള ബുർദ മതിയോ? ഷാഫി കാഫി ആയിട്ട് മതിയോ? അങ്ങനെയാണ് ഇന്ന് അങ്ങനെ സുഖാണല്ലോ. ഒരൊറ്റ നിയ്യത്തിന്റെ മാറ്റം കൊണ്ടല്ലേ ഒരാളെ ഖുർബാൻ സ്വീകരിക്കാതിരുന്നത്. എന്തേ നിന്റെ ഖുർബാൻ മാത്രം അല്ലാഹു സ്വീകരിച്ചത്? പുണ്യദാനം വെച്ചു, മുകൾ ഭാഗത്തിൽ നിന്നൊരു തീ ഇങ്ങനെ ഇറങ്ങി വന്നു, തീക്കാറ്റ്. ഹാബീലിന്റെ ഖുർബാൻ മാത്രം സ്വീകരിച്ചു, ഹാബീലിന്റെ ഖുർബാൻ സ്വീകരിച്ചില്ല. രണ്ടും ആദം നബി അലൈഹി സ്വലാമിന്റെ മക്കളല്ലേ, അല്ലേ സഹോദരങ്ങളെ? രണ്ടും ആദം നബിന്റെ മക്കളല്ലേ? രണ്ടുപേരും കൊണ്ടേ വെച്ചത് ഖുർബാനല്ലേ? എന്നിട്ട് എന്തേ ഒരാളുടേത് സ്വീകരിക്കാതിരുന്നത്? ഖാല ഇന്നമാ യതഖബ്ബലുല്ലാഹു മിനൽ മുത്തഖീൻ. അല്ലാഹു സ്വീകരിക്കുന്നത് മുത്തഖീങ്ങളിൽ നിന്ന് മാത്രമാണ്, വേറെ ആരിൽ നിന്നും അല്ലാഹു സ്വീകരിക്കൂല. നിന്റെ നിയ്യത്തിന് ചെറിയൊരു മാറ്റം വന്നു, അതുകൊണ്ട് നീ മുത്തഖിയായില്ല. ഒരു നിയ്യത്തിൽ വന്നൊരു മാറ്റാണ് അവിടെ ഒരു വിഷയം ഉണ്ടായത്. സദുദ്ദേശം എന്നുള്ളത് പോയി. അങ്ങനെ എല്ലാത്തിനും ഉണ്ട്. അങ്ങനെ നിങ്ങൾ നിസ്കരിക്കുന്നു, റമളാനിലെ തറാവി നിസ്കരിക്കുന്ന നിസ്കാരക്കാലം എത്ര ആളെ നിസ്കാരം സ്വീകരിക്കപ്പെടും? എത്ര ആളെ നിസ്കാരം സ്വീകരിക്കപ്പെടും? വല്ലാത്ത രസാണ് നിസ്കാരങ്ങളൊക്കെ. എത്ര ആളെ നിസ്കാരം സ്വീകരിക്കപ്പെടും? അല്ലാ, ചിലർ ഇമാമിന്റെ ഒപ്പം തന്നെ, ചിലർ ഇമാമിന്റെ മുന്നിൽ തന്നെ. ചിലർ ഇമാം എന്താ റുക്കൂ പോകാത്തതെന്ന് ആലോചിക്കുന്നത് അല്ലേ? ഒക്കെ തറാവി നിസ്കാരക്കാരാണ്. ആകെ ഒരു മാസത്തിലുള്ള കുറഞ്ഞ ദിവസങ്ങളിലുള്ളൂ, കുറഞ്ഞ ഒരു ടൈമല്ലേ നിസ്കരിക്കുന്നുള്ളൂ. രാത്രി മുഴുവനും ഹയാത്താക്കി നിസ്കരിച്ച മഹാന്മാരുടെയൊക്കെ അടുത്ത് പോയിട്ടൊരു കാറ്റ് തട്ടാൻ കഴിയോ സഹോദരങ്ങളെ? കാറ്റ് കൊള്ളാൻ കഴിയോ? 40 കൊല്ലവും 50 കൊല്ലവും നിസ്കാരം കൊണ്ട് രാത്രി ദുആ കൊണ്ടും മറ്റും ഹയാത്താക്കിയ മഹാന്മാര്, മഹദിമാർ. ഇബ്നു സീരീൻ റളിയല്ലാഹുവിന്റെ പെങ്ങളൊക്കെ ആരാ? ഹഫ്സ ബിൻതു സീരീൻ റളിയല്ലാഹു അൻഹ ഉമ്മമാരെ ആരാണ് ആ ബീവി? ഇബ്നു സീരീൻ റളിയല്ലാഹുവിന് ഖുർആനിൽ വല്ല ആശങ്കയും സംശയവും വന്നാൽ എന്റെ പെങ്ങളെടുത്ത് പോയിക്കോളി, പെങ്ങള് മറുപടി പറഞ്ഞു തരും. പെങ്ങളെ ഹഫ്സ ബിൻതു സീരീൻ രാത്രി നിസ്കരിക്കുമ്പോ വിളക്ക് കെട്ടുപോയി, വീട് മുഴുവനും പ്രകാശിക്കുന്നു.
40 കൊല്ലത്തിലധികം രാത്രി ഹയാത്താക്കിയ മഹദിയാണ്. ഇബ്നു സീരീൻ റളിയല്ലാഹു അൻഹുവിന്റെ സ്വന്തം പെങ്ങളാണ്. എന്തൊരു മഹത്വമാണ് അള്ളാഹു അവർക്കൊക്കെ നൽകിയത്. ഇൽമു കൊണ്ട് ദീനിനെ ഹയാത്താക്കിയ സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹു ഇൽമു പഠിക്കുന്ന സമയത്ത് വിളക്ക് കെടുത്തിപ്പോയപ്പോ പൊന്നാനിപ്പള്ളിയിലെ തൂണ് പ്രകാശിച്ചു കൊടുത്തില്ലേ കിതാബോദാൻ. ഇൽമിന് വേണ്ടി ഖിദ്മത്തെടുക്കുമ്പോ ഇമാം റാഫി റളിയല്ലാഹു അൻഹുവിന് മുന്നിലുള്ള മരം, ഉണങ്ങിയ മരം പ്രകാശിച്ചു കൊടുത്തില്ലേ കിതാബ് എഴുതാൻ. ഇമാം നവവി റളിയല്ലാഹു അൻഹുവിന് സ്വന്തം വിരല് വെളിച്ചമാക്കി കൊടുത്തില്ലേ അല്ലാഹു കിതാബ് എഴുതാൻ. അബ്ബാദ് ഇബ്നു ബിശ്ർ റളിയല്ലാഹു അൻഹുവും സഹോദരനും നടന്നു പോകുമ്പോ രാത്രി കൂരിട്ടാണ് മുത്തുനബി തങ്ങളെ ഹദ്റത്തിൽ നിന്നാണ് വരുന്നത്. മുന്നിൽ ഒരു വെളിച്ചം, അതാ അവർക്ക് വഴി കാണിച്ചുകൊണ്ടൊരു വെളിച്ചം മുന്നോട്ട് പോകുന്നു. രണ്ടുപേരും 2 ദിശയിലേക്ക് തിരിഞ്ഞപ്പോ രണ്ടാളുടെ മുന്നിലും വെളിച്ചം വേറെ വന്നു. അവരൊക്കെ മുന്നിൽ പോയി നിൽക്കേണ്ട, അവരൊക്കെ അടുത്തു പോയി കാണാൻ സഹവാസം കിട്ടാൻ കഴിയുമോ സഹോദരങ്ങളെ? നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നിസ്കാരങ്ങളൊക്കെ കബൂൽ ചെയ്യുമാറാകട്ടെ.